തൃശൂർ തിരുമക്കുളത്ത് ക്രിസ്മസ് ട്രീക്ക് ലൈറ്റ് ഇല്ല എന്നാരോപിച്ച് പള്ളി വികാരിക്ക് നേരെ ആക്രമണമുണ്ടായി. ആന്റണി പോൾ പറമ്പത്തിനാണ് പരിക്കേറ്റത്. ആക്രമണം തടയാൻ ശ്രമിച്ച വ്യാപാരിയും കുടുംബത്തെയും മർദ്ദിച്ചു. സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആ ദൃശ്യത്തിലേക്ക് ആദ്യം ഒന്ന് പോകാം നമുക്ക്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എന്ത് പ്രകോപനമാണ് ഇയാൾക്കുള്ളത്? ഈ നേരെ നിന്ന് വിലസുന്ന മനുഷ്യനാണോ പ്രതി? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പ്രതികളാണുള്ളത്. ആ ദൃശ്യത്തിൽ തന്നെ കാണാം. അവർ ആ കടയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ പള്ളിയിൽ, തിരുമക്കുളത്ത് പള്ളിയിൽ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടില്ലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പള്ളി വികാരിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അദ്ദേഹം ഈ സമീപത്തെ കടയിൽ പഴം വാങ്ങാൻ എത്തിയതായിരുന്നു. പഴം വാങ്ങി കാറിൽ കയറി പള്ളിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ 4 അംഗ സംഘം തടഞ്ഞു നിർത്തുകയും പിന്നീട് പള്ളി വികാരിയെ ഈ ലൈറ്റിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നതും കയ്യേറ്റം ചെയ്യുന്നതുമെല്ലാം. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, പള്ളിയിലിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വച്ച് തന്നെ ഇപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 4 അംഗ സംഘം പള്ളി വികാരിയെ ആക്രമിക്കുന്നത്. ഇത് കണ്ട ഈ സമീപത്തെ കടയിലെ കടയുടമ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ കടയുടമയായിട്ടുള്ള ആന്റണിയെയും അദ്ദേഹത്തിന്റെ ഭാര്യ കുസുമത്തെയും മക്കളായിട്ടുള്ള അമർജിത്ത്, അഭിജിത്ത് എന്നിവരെയും ഈ സംഘം ആക്രമിക്കുന്നത്. ഈ കടയടക്കം സംഘം തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ വ്യാപാര സ്ഥാപനത്തിൽ കയറി ഈ പഴക്കുലകളടക്കം എടുത്തുകൊണ്ടായിരുന്നു ഈ വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ഈ പള്ളി വികാരിയെ മർദ്ദിക്കുന്ന സമയത്ത് ഇവർ അത് തടയാൻ ശ്രമിച്ചതായിരുന്നു ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത്. ഫാദർ ആന്റണി പോൾ പറമ്പത്തിന്റെ ഒരു അഭിപ്രായം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ആയുധങ്ങളായിട്ട് തല്ലിപ്പൊളിച്ചു. അത് എപ്പോഴേക്കും മക്കൾ വന്നു, 2 മക്കൾ. അവരെയും അവർ സോഡ ചില്ലിൻ്റെ സോഡ കുപ്പിയൊക്കെ ആയിട്ട് ആക്രമിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്നപ്പോൾ എന്നെ കണ്ടുമാനം അസഭ്യം പറഞ്ഞെങ്കിലും ശാന്തമായിട്ട് കേട്ടു നടന്നു നിർത്തിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീടിനകത്തേക്ക് കയറാൻ ശ്രമത്തിലായിരുന്നു. വീടിന് പുറത്ത് നടത്തിയിട്ടാണ് ഭർത്താവ് വരുന്നത്. കാറിനോട് ചേർന്ന് നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വീണ്ടും അവർ വന്നപ്പോൾ ഞങ്ങൾ കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ കേട്ടത് ആ സ്ത്രീക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ കുസുമത്തിനും 2 ആൺമക്കൾക്കും ഇവരെ നമ്പറുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കി. ഇതാണ് ഫാദർ പറയുന്നത്. സൂരജ് സജി വീണ്ടും ചേരുന്നു. സൂരജ് സജി, കൂടുതൽ വിവരങ്ങൾ. ഈ ക്രിസ്മസ് ട്രീ ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8:30 ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കണ്ട 4 അംഗ സംഘം ഈ ആക്രമണം നടത്തുന്നത്. ഈ ഫാദർ വികാരി പള്ളിയിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാർ തടഞ്ഞു നിർത്തി ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പള്ളിയിലിരുന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ തങ്ങൾ പണം തന്നതാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളി വികാരിക്ക് നേരെ കയ്യേറ്റം നടത്തുകയായിരുന്നു. ഇത് കണ്ട ഇടപെട്ട വ്യാപാരിക്കും വ്യാപാരിയുടെ ഭാര്യയെയും അവരുടെ 2 മക്കളെയും ഈ സംഘം ആക്രമിച്ചു. അത് ഈ പള്ളിവികാരി പോയതിനു ശേഷം ഈ വീട് കയറിയുള്ള ആക്രമണമായിരുന്നു നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ പള്ളിയിലെത്തിയും വലിയ രീതിയിൽ അസഭ്യം പറയുകയും പിന്നീട് ഈ വെല്ലുവിളി നടത്തുകയും എല്ലാം ചെയ്തു. തുടർന്ന് വ്യാപാരിയും അതുപോലെ തന്നെ പള്ളിവികാരിയും നൽകിയ പരാതിയിൽ ഇപ്പോൾ മാള പോലീസ് കേസെടുത്തിരിക്കുന്നു. 4 പേരെ പ്രതിയാക്കിയാണ് 2 FIR ഇട്ടിരിക്കുന്നത്. അതിൽ 4 പേർ ഇപ്പോൾ മാള പോലീസിന്റെ കസ്റ്റഡിയിലാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പള്ളിവികാരിക്ക് നേരെ അസഭ്യവും കയ്യേറ്റവും അതിനുശേഷം അത് തടയാൻ ശ്രമിച്ച വ്യാപാരിയെ വീട് കയറി ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. ഈ നാട്ടിൽ എന്താ ഇപ്പോൾ സംഭവിക്കാത്തത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.